360 ഡിഗ്രിയും മനോഹരമായ പച്ചവിതച്ച ദിയോദർ മരങ്ങൾ വളർന്നു നിൽക്കുന്ന മലകൾക്ക് നടുവിൽ പുൽത്തകിടികളും അതിനു നടുവിലൂടെ ഈ പാൽ പോലെ ഒഴുകുന്ന ലിഡാർ നദിയും ദൂരെ മലകൾക്ക് മുകളിലൂടെ ആടുകളെയും മേയിച്ച് നടക്കുന്ന കാശ്മീരിലെ ഈ ആട്ടിടയന്മാരെയൊക്കെ കണ്ട് ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ആസ്വദിക്കുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് എന്ന് നമ്മുടെ SK പൊറ്റക്കാട് പറഞ്ഞ പഹൽഗാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പഹൽഗാം എന്ന പേരിനർത്ഥം തന്നെ കാശ്മീരിയിൽ ആട്ടിടയന്മാരുടെ നാടെന്നാണ് കേട്ടോ. നമ്മൾ ചുമർ ചിത്രങ്ങളിലൊക്കെ വെക്കാറുള്ള ഫോട്ടോകളുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഏത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും നല്ല വ്യൂ ആണ്. ഹോഴ്സ് റൈഡ് പോകാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ പഹൽഗാമിലെത്തി. ഇന്നിനി പഹൽഗാമിൽ പറ്റുന്നിടത്തോളം സ്ഥലങ്ങളൊക്കെ കറങ്ങാനാണ് പ്ലാന്. ആദ്യം ഞാൻ പോകുന്നത് ബൈസറൺ വാലിയിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററാണ്. ഞാൻ താമസിച്ചത് ഒരു ഹോട്ടൽ സ്നോ വ്യൂ എന്ന് പറഞ്ഞിട്ട്, ന്യൂ സ്നോ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ്. ഇത് നോക്കിയേ, നമ്മുടെ ആ ഒരു മലയുടെ കാഴ്ച ഉണ്ടോ. പഹൽഗാം സിറ്റിയാണ് കേട്ടോ അത്. പഹൽഗാമിലെ മെയിൻ ഏരിയ ഇതാണ്. ഇവിടെയാണ് മെയിനായിട്ടുള്ള ഹോട്ടൽസൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ അല്ലെങ്കിൽ 10-15 കിലോമീറ്റർ അപ്പുറത്താണ് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ. എന്ത് രസമുള്ള മലയാണെന്ന് നോക്കിയാൽ. നമ്മൾ ആ മലയുടെ അടുത്തൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, മല കണ്ടുകൊണ്ട് മലയുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്യുന്നു. ബൈസറൺ വാലിയിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. ഇവിടെ മെയിനായിട്ട് കാണാനുള്ള സ്ഥലങ്ങൾ ബൈസറൺ വാലി, ആരു വാലി, ലിഡാർ നദി, അതുപോലെ തന്നെ ബേതാബ് വാലി, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. അതുപോലെ തന്നെ ചന്ദൻവാടി. ഇവിടെ നമുക്ക് ഹോഴ്സ് റൈഡും കിട്ടും കേട്ടോ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. സോ ഇന്നലത്തെ ഒരു ദുരന്തം ദിവസത്തിന് ശേഷം ഇന്ന് നല്ലൊരു പ്രതീക്ഷകളൊക്കെ ആയിട്ട് ഞാൻ പുതിയ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 11 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നമ്മൾ വന്നത് 35, 36, 38 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ളിടത്തു നിന്ന് വന്നിട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ 11 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ എത്തിയിട്ടോ. നല്ല രസമാണ് കേട്ടോ ഈ മലയൊക്കെ കണ്ട് ഇങ്ങനെ വരാനായിട്ട്. പഹൽഗാമിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര. പഹൽഗാം എന്ന പേരിനർത്ഥം തന്നെ കാശ്മീരിയിൽ ആട്ടിടയന്മാരുടെ നാടെന്നാണ് കേട്ടോ. ആട്ടിടയന്മാരുടെ വാലി. മലയുടെ അടുത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നു, മലയുടെ അരികിലൂടെ. തൊട്ടപ്പുറത്ത് ലിഡാർ നദി ഒഴുകുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഈ കാഴ്ച. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ് എന്ന് നമ്മുടെ SK പൊറ്റക്കാട് പറഞ്ഞ പഹൽഗാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കും വിധം മനോഹരമാണ് ഈ ഒരു പഹൽഗാം എന്ന് പറയുന്ന സ്ഥലം. ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ബൈസറൺ വാലിയിലേക്കുള്ള മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോണി റൈഡ് കിട്ടും. േക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണിട്ടത്. ഏത് ഭാഗത്തേക്ക് നോക്കണം, ഏത് ഭാഗം ഷൂട്ട് ചെയ്യണമെന്ന് ഡൗട്ടാണ്. അവിടെ നല്ല രസമുള്ള മല,
അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിഡാർ നദി ഒഴുകുന്നു. 2 കൈവരികളായിട്ടാണ് കേട്ടോ ഒഴുകുന്ന ലിഡാർ നദി. ഒന്നത് അപ്പുറത്ത് അവിടെ ഒഴുകുന്നുണ്ട്, ഇതുവഴി ഇവിടെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പുൽത്തകിടിയിൽ നമ്മുടെ കുതിരകൾ മേയുന്നുണ്ട്. കുതിരയുടെ ഉടമസ്ഥർ കുതിരകളെ മേയ്ക്കാൻ വിട്ടിട്ടുണ്ട്. വല്ലാത്തൊരനുഭവമാണ് കേട്ടത്. വെറും 2 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷേ എത്ര പോയിട്ടും അങ്ങോട്ട് എത്തുന്നില്ല. ആട്ടിടയന്മാർ ആടിനെ മേയ്ക്കുന്നു. ഓരോ 100 മീറ്ററിലും ഫോട്ടോ എടുക്കാൻ പറ്റിയ അങ്ങനത്തെ വ്യൂ ആണ്. എൻ്റെ പൊന്നെ, പനോരമിക് വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ വ്യൂ. നമ്മൾ ചുരം കയറിയിട്ടാണ് പോകുന്നത്. ഇതേ വഴിയാണ് ചന്ദൻവാരിയിലേക്കുള്ളത്. ചന്ദൻവാരി എന്ന് പറയുന്നത് നമ്മുടെ അമർനാഥ് ജി കേവ്സ് ഉണ്ടല്ലോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ചന്ദൻവാരി എന്നാണ് കേട്ടോ, അതിൻ്റെ ട്രെക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ചന്ദൻവാരിയിലേക്ക് ഇവിടുന്ന് 13 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്നാണ് ഈ വളരെ ഫേമസ് ആയിട്ടുള്ള അമർനാഥ് ജി കേവ് ടെമ്പിളിൻ്റെ തീർത്ഥാടനം സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം പോകുന്നത് ബേതാബ് വാലിയിലേക്കാണ് കേട്ടോ. ബൈസറൻ വാലിയിലേക്ക് 2ാമതും ആരു വാലിയിലേക്ക് 3ാമതുമാണ് പോകുന്നത്. ഞാൻ മാപ്പിട്ട് നോക്കിയപ്പം ലൊക്കേഷൻസ് വൈസ് നോക്കുമ്പം അങ്ങനെയാണ് നല്ല, അതായത് മിനിമൽ ഡിസ്റ്റൻസ് കണ്ടത്. സോ ബേതാബ് വാലി ഫസ്റ്റ്, ദെൻ ബൈസറൻ വാലി, ദെൻ ആരു വാലി. എൻ്റെ പൊന്നെ, എന്ത് രസമാണ് കാണാൻ നോക്കിയേ. भैया बेताब वाली वापस जाओ। हाँ वापस जाओ, ठीक है। हम रास्ते हाँ ठीक है. സോ മെയിൻ റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടാണ് ബേതാബ് വാലിയിലേക്ക് പോകാനുള്ളത്. ആ മുകളിൽ നിന്ന് കാണാനും നല്ല രസമുണ്ട് കേട്ടോ. ലിഡാർ നദി ഈ ഒരു പച്ചപ്പിനെ ചുറ്റി പോകുന്ന കാണാൻ. അത് ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാം. നോക്കി നമ്മുടെ ലിഡാർ നദി ഒഴുകുന്നതിൻ്റെ ആ ഒരു ബ്യൂട്ടി. ബേതാബ് വാലി വെൽക്കംസ് യു. ബേതാബ് വാലിയിലേക്ക് കടക്കാനായിട്ട് ടിക്കറ്റ് പ്രൈസ് 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. സോ നമുക്ക് അതിനകത്തേക്ക് കടക്കാം.
ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ലിഡാർ നദി ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എൻട്രൻസിൽ കയറിയപ്പോൾ തന്നെ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നോക്കിയേ, നമ്മുടെ ചിത്രങ്ങളിലൊക്കെ, നമ്മുടെ വാൾ പെയിൻറ്റിങ്ങിലൊക്കെ നമ്മൾ കാണാറില്ലേ, അതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടത്. നമ്മൾ ചുമർ ചിത്രങ്ങളിലൊക്കെ വെക്കാറുള്ള ഫോട്ടോകളുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ. കയറിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടാവും ബേതാബ് വാലിയിൽ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ടെൻറ്റ് സ്റ്റേ ഉണ്ട് കേട്ടോ. ഇത് ഇവർ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഉള്ളോട്ട് ടെൻറ്റ് നമുക്ക് അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ടെൻറ്റിൽ സ്റ്റേ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു ഇച്ചിരി ഒരു 100-200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബേതാബ് വാലിയിലെത്താം. ഇവിടെ നിന്നൊരു മെഡോ ആണ് കേട്ടോ ബേതാബ് വാലി കാണുന്ന വ്യൂ പോയിൻ്റാണ് ബേസിക്കലി ഇത്. അല്ലാതെ വാലി കയറുന്നതല്ല. നമ്മൾ താഴെ നിന്നിട്ട് ഒരു ബേസ്മെൻറ്റിൽ നിന്നിട്ട് നമുക്ക് ചുറ്റും 360 ഡിഗ്രിയിൽ മലകൾ കാണുന്നതാണ് ഈ അങ്ങോട്ട് പോകാനായിട്ട് ഒരു പുൽത്തകിടി പോലെയാണ്, പുൽമേടാണ്. നമ്മൾ ഈ പുൽമേടുകളിൽ നിന്നിട്ട് നമ്മൾ കാഴ്ച കാണുകയാണ് ചെയ്യുക ബേതാബ് വാലിയുടെ, അതായത് നമ്മുടെ ചുറ്റുമുള്ള വാലിയുടെ. ഇങ്ങോട്ട് പോകുന്ന വഴി നമുക്ക് ഈ ലിഡാർ നദി ക്രോസ് ചെയ്തിട്ട് പോകണം ഒരു പാലത്തിലൂടെ. ഏത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഹോഴ്സ് റൈഡ് പോകാമെന്ന് വിചാരിച്ചു. 1200 പറഞ്ഞത് ബാർഗെയിൻ ചെയ്ത് 800 എത്തിച്ചിട്ടുണ്ട്. बेहतर मूवी का पर्वतों से ये वाला हाँ 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 इधर ही शूट किया, इसीलिए इसका नाम पड़ गया लाहौर। पहले यहीं पर मिले। हाँ हाँ 1983 റിലീസായിട്ടുള്ള സണ്ണി ഡിയോളും അമൃത സിംഗും ഒക്കെ അഭിനയിച്ച ബോളിവുഡ് മൂവി ബേതാബ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഈ കാശ്മീരിലെ ഈ പഹൽഗാമിലെ ബേതാബ്
വാലിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ഇതുപോലെ പിക്നിക്കിന് വരുന്ന ആളുകളുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് ഇതുപോലെ ഫാമിലി ആയിട്ട് വന്നിട്ട് പിക്നിക്കിന് വരുന്നവരൊക്കെ ഉണ്ട്. നല്ല നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്ന ടീംസ്. ഇവിടെ പിക്നിക്കിന് വരുന്ന ആളുകൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ മാറ്റൊക്കെ ഇട്ട് കിടക്കാം. അതിനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെറിയ പോർട്ടബിൾ ആയിട്ടുള്ള ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊണ്ടുവന്നിട്ട് കുക്ക് ചെയ്ത് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യാം ഈ പുൽത്തകടികളിലൊക്കെ ഇരുന്നിട്ട്. നമ്മുടെ ബേതാബ് വാലിയുടെ ആകാശക്കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ആകാശക്കാഴ്ചയല്ല, മുകളിൽ നിന്നുള്ള കാഴ്ച. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് ലിഡാർ നദിയാണ് കേട്ടോ. നമ്മൾ പെഹൽഗാമിൽ ഈ പോകുന്ന വഴിയിലൊക്കെ ഈ ലിഡാർ നദി ഇങ്ങനെ നമ്മുടെ റോഡിനടുത്തൂടെ ഇങ്ങനെ ഒഴുകുന്ന കാണാൻ പറ്റും നമുക്ക്. ഈ ഒരു മലഞ്ചെരുവിൽ വെച്ചിട്ടാണ് നമ്മുടെ ബജ്രംഗി ഭായ്ജാൻ ഫിലിമിലെ ചില ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത്. അങ്ങനെ ബേതാബ് വാലി നല്ലോണം എൻജോയ് ചെയ്ത് കണ്ടു. ഞാൻ വന്നപ്പോൾ ഇവിടെയൊക്കെ കാലിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫുൾ ആളുകളെ കൊണ്ട് നിറഞ്ഞ് ബ്ലോക്കായി. മെയിൻ റീസൺ ഇന്ന് സൺഡേ ആണ്. സോ ഹോളിഡേ ആയതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ടാവും എല്ലാ സ്ഥലത്തും. ഇനി അടുത്ത ലൊക്കേഷൻ, അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസറൻ വാലിയാണ്. ഇവിടുന്ന് 10 കിലോമീറ്ററാണുള്ളത്. സമയം 12:30 കഴിഞ്ഞു ഇപ്പോൾ. ഇന്നലെ കാശ്മീരിൽ രാത്രി എത്തിയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഉച്ചയായപ്പോഴേക്ക് കാശ്മീരിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് കേട്ടുള്ളത്. സുന്ദരമായ നാട്, അതിലേറെ സുന്ദരമായ ആളുകൾ, കാണാൻ നല്ല സൗന്ദര്യമുള്ള നല്ല സ്വഭാവമുള്ള ആളുകളും അതിന് സ്യൂട്ടായിട്ടുള്ള പ്രകൃതിയും